ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ജോക്കർ 2ന്റെ ട്രെയിലർ നമുക്ക് എന്താണെങ്കിലും ഈ ആഴ്ച ലഭിക്കും എന്നുള്ള കാര്യം തന്നെ. പക്ഷേ ഇത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന് ഞാൻ പോലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ന്യൂസിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ സമയത്ത് തന്നെ നമുക്ക് ജോക്കറിന്റെ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ ഇന്ന് നമ്മളിവിടെ നോക്കാൻ വേണ്ടി എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ആദ്യമേ ഞാൻ പറയാം, വാർണർ ബ്രോസ് ഒരു ഭയങ്കര ഫക്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സൗണ്ട് ഒക്കെ കുറച്ച് വെച്ചേ നമ്മൾ ട്രെയിലർ ചെയ്യുള്ളൂ. പൊതുവേ നമ്മൾ ട്രെയിലർ റിയാക്ഷൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ റീസൺ ഇത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ചറ പറ കോപ്പിറൈറ്റ് കിട്ടുന്നത് തന്നെയാണ്. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ ആരെയും ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ട്രെയിലറിലേക്ക് നോക്കാം. എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു ഓസ്കർ കിട്ടാൻ പോകുന്ന സിനിമയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. സോ ഹിയർ വി ഗോ. ഹാ, ഓക്കെ. ഫസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ചിരി ഇപ്പോഴും ഉണ്ട്. ആ, അത്ര ആൾക്കാരെയൊക്കെ കൊന്നാണ്. സോ അപ്പൊ അതിന്റെ കേസിനുള്ള അന്വേഷണത്തിന് വേണ്ടി കോടതിയിലേക്ക് പോകുന്നതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യെപ്പ്. ഹാർലി ക്വിൻ, ലേഡി ഗാഗയുടെ ഫസ്റ്റ് ലുക്ക് ടീച്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടി ഒരു മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഓ, പുള്ളിക്കാരി ഫാനാണ്, ഫോളോവർ ആണ്. ഓക്കെ, കൂൾ. ആഹാ. ഓ, അതൊരു സപ്പോർട്ട് ഗ്രൂപ്പാന്ന് തോന്നുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ തീ പടരണമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വെച്ചായിരിക്കും ഒരു മീറ്റ് ചെയ്യുന്നത്. വെക്കിൻ ഫിനിക്സ് ഒരു രക്ഷയില്ല കേട്ടോ ജോക്കറിന്റെ ക്യാരക്ടർ. എനിക്ക് ഈ ജോക്കറിന്റെ വേർഷൻ ബാറ്റ്മാൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാണണം. നമുക്ക് കിട്ടിയായിരുന്നു ഒരു ചെറിയ ബാറ്റ്മാന്. ഐ മീൻ ലൈക്ക് ബ്രൂസ് വെയിൻ്റെ ഒരു ചെറുപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജോക്കറിന്റെ ഫോളോവേഴ്സ്. ഓക്കെ, ഡാൻസ് മ്യൂസിക്കൽ സിനിമയാണ്. ഒക്ടോബർ 4 റിലീസ് ചെയ്യാൻ പോകുന്നത്. ആഹാ. ആ, ഈ സെയിം സാധനമാണ് നമ്മൾ നേരത്തെ ജോക്കറിന്റെ ഫസ്റ്റ് ഫിലിമിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പൊ നമുക്ക് ഹാർലി ക്വിന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ. ജഡ്ജിനെയൊക്കെ പോയി അടിച്ചു കൊല്ലണ്. ഓക്കെ. സോ ട്രെയിലർ വലിയ കുഴപ്പമില്ലായിരുന്നു. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജോക്കറിന്റെ പുതിയ ട്രെയിലർ നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ ഈ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം ഞാൻ ഇത്രയും പറയുള്ളൂ. കാരണം DC ചെയ്തതിലേക്ക് വെച്ച് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു എൽസ് വേൾഡ് ആയിട്ടുള്ള ഒരു ജോക്കറിന്റെ ഇത് നമുക്ക് അതൊരു പുതിയൊരു സാധനമായിട്ടായിരുന്നു അവർ സത്യം പറഞ്ഞാൽ ഈ ഒരു ജോക്കർ ഫിലിമിൽ മൂലം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് മാട്രീവ്സിന്റെ ബാറ്റ്മാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു എൽസ് വേൾഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു അതായത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ വെച്ച് നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനിമയെക്കാളും കുറേയും കൂടി കൂടുതലായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മ്യൂസിക്കൽ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കാരണം ഫസ്റ്റ് സിനിമയ്ക്കകത്ത് നമ്മൾ കൂടുതൽ ജോക്കറിനെ ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിരുന്നു അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് ജോക്കർ ആ ഒരു ഇൻസാനിറ്റി ലെവലിലേക്ക് പോയെന്നുള്ളൊരു കാര്യമാണ് അവർ കാണിച്ചു തരാൻ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതിൻ്റെ കൂടെയാണ് നമുക്ക് ഹാർലി ക്വിന്നിൻ്റെ ക്യാരക്ടർ സ്റ്റഡി ആയിരിക്കും ഈ ഒരു സിനിമയിൽ നിന്നാണ് നമുക്കിപ്പോൾ
പല സോഴ്സിൽ കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ. ആൻഡ് ഇവർ രണ്ടുപേരുടെയും ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി, ആ ഒരു കപ്പിൾസിന്റെ പവർ കപ്പിൾ ജോക്കർ ആൻഡ് ഹാർലി ക്വിൻ, അതും അത്യാവശ്യം നൈസായിട്ട് ഈ ഒരു ട്രെയിലറിനകത്തൊക്കെ അവർക്ക് കാണിക്കാനും സാധിച്ചിട്ടുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ടിപ്പിക്കലി കോമിക്ക് വായിച്ചിട്ടുള്ള ഒറിജിൻ ആയിരിക്കില്ല. കാരണം നമ്മൾ ആക്ച്വലി കോമിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അർക്കം അസൈലത്തിൽ ജോക്കർ പോകുന്നു ആൻഡ് അവിടുത്തെ ഒരു സൈക്കോട്ടിസ്റ്റ് ആയിട്ടാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഹാർലീസ് ക്യൂനിനെ പുള്ളിക്കാരൻ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം പുള്ളിക്കാരി എന്താ പറയണ്ട ജോക്കറിനോട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് അങ്ങനെ ജോക്കറിൻ്റെ ലവറായിട്ട് മാറുന്നതാണ് നമുക്ക് കോമിക്സിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് നമ്മൾ പഴയ എന്താ പറയുക ബാറ്റ്മാൻ ആനിമേറ്റഡ് സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. കാരണം ആനിമേറ്റഡ് സീരീസിനകത്താണ് ആദ്യമായി ഹാർലി ക്വിൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. സോ ഇതൊരു തികച്ചൊരു വ്യത്യസ്തമായിരിക്കാം ഇതിൻ്റെ ഒറിജിൻസ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് നോക്കാം എത്രത്തോളം വയലൻസ് ആയിരിക്കും, എത്രത്തോളം ബ്രൂട്ടൽ ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ള കാര്യങ്ങൾ തന്നെ. പിന്നെ അഭിനയം ഒരു രക്ഷയില്ലാതെ പുള്ളിക്കാരന് ചെയ്യാൻ സാധിക്കും ജോക്കറിൻ്റെ. അതായത് ഹീത്ത് ലെഡ്ജർ കഴിഞ്ഞിട്ട് ഈ ഒരു മാൻഡിൽ ആര് ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ആൻസർ നമുക്ക് ഫസ്റ്റ് സിനിമയിൽ കൂടി തന്നെ വക്കീൻ ഫിനിക്സ് തന്നിട്ടുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ അത് പൊളിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ എനിക്കറിയേണ്ട മിക്കവാറും ഇതിനി അടുത്ത ഓസ്കാർ ലെവലിലേക്ക് വരെ പോകുമോ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ടോഡ് ഫിലിപ്സിന്റെ ഭാഗത്ത് നമുക്ക് മറ്റൊരു നല്ലൊരു സിനിമ തന്നെയായിരിക്കും ജോക്കറിന്റെ ഒരു സീക്വൽ ആയിട്ടുള്ള ജോക്കർ 2 എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒഫീഷ്യൽ ട്രെയിലർ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ആർക്കൊക്കെ ബാറ്റ്മാൻ ഈ ഒരു യൂണിവേഴ്സിൽ കാണാൻ അതായത് നിങ്ങൾ ഓരോരുത്തരും ആക്ച്വലി വെയിറ്റ് ചെയ്തിരിക്കുവാണ് എന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം നമുക്ക് കുട്ടി ബാറ്റ്മാനെ കിട്ടിയത്, പക്ഷേ എനിക്ക് വലിയ ബാറ്റ്മാനെ കാണാൻ എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാതെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.